ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. കടബാധ്യത മൂലം വീട്ടുകാരെ അഭിമുഖീകരിക്കാൻ കഴിയാതെ തളർന്ന പ്രവാസിയെ ചേർത്ത് നിർത്തി 24. ഖത്തറിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം വീട്ടിൽ പോകാതെ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ചെർപ്പുളശ്ശേരി സ്വദേശി അനിൽകുമാർ ഒടുവിൽ 24 തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൽ അഭയം തേടുകയായിരുന്നു. ഖത്തറിൽ ജോലി ചെയ്ത സ്ഥാപനം വേതനം നൽകാതെ പറ്റിച്ചെന്ന് അനിൽകുമാർ പറഞ്ഞു. പ്രവാസിയായ അനിൽകുമാർ 24 ഓഫീസിലേക്ക് രാവിലെ എത്തിയത് താൻ സാമ്പത്തിക ചൂഷണത്തിന് ഇരയായി എന്നറിയിക്കാനായിരുന്നു. സംസാരിച്ചപ്പോൾ അനിൽകുമാറിൻ്റെ ഉള്ളിലൊരു അഗ്നിപർവ്വതം. 4 ദിവസം മുൻപ് ഖത്തറിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയെങ്കിലും വീട്ടുകാരെ അഭിമുഖീകരിക്കാൻ കഴിയാതെ റെയിൽവേ സ്റ്റേഷനിൽ അന്തിയുറങ്ങി. അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത് ഓഗസ്റ്റ് 8-ന്. ഖത്തറിൽ നിന്ന് ഈ മാസം 21-ന് നാട്ടിലെത്തിയെന്നറിഞ്ഞ വീട്ടുകാർ അനിൽകുമാറിനെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകി. വീട്ടിലേക്ക് വിളിക്കാൻ ധൈര്യം പകർന്ന് 24 സംഘം. പിന്നീടുണ്ടായത് അതിവൈകാരിക രംഗങ്ങൾ. ഹലോ ഹലോ അനിയാണ് അനിയത്ത് നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ എവിടെ പറയുന്നില്ലേ? നിങ്ങൾ എവിടെ? നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ പറയും. ഞങ്ങൾ അവിടേക്ക് വരും. നിങ്ങൾ പറയൂ. ചേച്ചി, ഇദ്ദേഹം 24 ന്യൂസിന്റെ ഓഫീസിലാണ് ഉള്ളത്. ഇവിടെ വീട്ടിൽ നിങ്ങളെ ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഖത്തറിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് തിരുവനന്തപുരത്തായി ഇപ്പോൾ ഉള്ളത്. അപ്പം തിരുവനന്തപുരത്തുണ്ട്. ആളുടെ കയ്യിലാണ് ഇപ്പൊ ഫോൺ ഉള്ളത്. അപ്പൊ ഞങ്ങൾ ഫോൺ കൊടുത്തതാ നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കാൻ. നാളുകളായി വീട്ടിലേക്ക് 24 ഓഫീസിൽ 17 വർഷത്തിലധികമായി പ്രവാസ ജീവിതം നയിക്കുകയാണ് അനിൽകുമാർ. ഉള്ളതെല്ലാം പണയം വെച്ചും കടം വാങ്ങിയും ഖത്തറിൽ 5 വർഷങ്ങൾക്ക് മുൻപ് ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചു. പക്ഷേ സാമ്പത്തിക ചൂഷണത്തിൽ ഉള്ളതെല്ലാം പോയി. പിന്നെ വിസർവ് എന്ന് പറഞ്ഞൊരു കമ്പനി 2022 ഓടിയതാണ്. അത് 41,000 റിയാൽ തരാം. അത് ₹1 തന്നിട്ടില്ല. വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സ്ഥലങ്ങളൊക്കെ പോയി. അനിൽകുമാറിനെ തേടി പാലക്കാട് നിന്ന് ബന്ധുക്കൾ തിരുവനന്തപുരത്ത് ഓഫീസിലേക്ക് യാത്ര തിരിച്ചു. ബന്ധുക്കളെത്തിയാൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ കൈമാറും. അതുവരെയും അനിൽകുമാർ 24ന്റെ തണലിൽ സുരക്ഷിതനായിരിക്കും. സലിം മാലിക്, 24 തിരുവനന്തപുരം.